വെൽക്കം ബാക്ക് ഫ്രണ്ട്സ്. KCS ക്ലാസ്സസിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS, അസിസ്റ്റന്റ് പ്രൊഫസർ ഓഫ് കോമേഴ്സ്, കേരള PSC സിലബസ് ബേസ്ഡ് പ്രിപ്പറേഷന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പേപ്പർ GST, ഇൻഡയറക്ട് ടാക്സേഷനിൽ GST ആണ് നമ്മൾ ഡിസ്കഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ കണ്ടത് ലെവി ആൻഡ് കളക്ഷൻ. ലെവി ആൻഡ് കളക്ഷനില് സെക്ഷൻ 9 സബ്സെക്ഷൻ 5 ഇ കോമേഴ്സ് ഓപ്പറേറ്ററുടെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഫിനിഷ് ചെയ്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇ കോമേഴ്സ് ഓപ്പറേറ്റർ എപ്പോഴാണ് ടാക്സ് അടയ്ക്കേണ്ടവരാ. ഇ കോമേഴ്സ് ഓപ്പറേറ്റർ ആണ് എഗ്രിഗേറ്റർ, ഡീംഡ് സപ്ലയർ, ഇതാണ് പറഞ്ഞത്. സോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം ആണ്, RCM. സോ നമ്മൾ പഠിച്ചതാണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 1 and 2, മെയിൻലി 1 and 2 കവറിംഗ് ഫോർവേഡ് ചാർജിംഗ് മെക്കാനിസം ഡീറ്റെയിൽസ് ആണ്. എന്താണ് ഫോർവേഡ് ചാർജിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സപ്ലയർ ആയിട്ടുള്ള വ്യക്തി ഡിപ്പാർട്ട്മെന്റിന് ടാക്സ് അടയ്ക്കുന്ന കേസാണ് ഫോർവേഡ് ചാർജിംഗ് മെക്കാനിസം. സാധാരണ അതാണ് നടക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നു, സോ വേറൊരു പാർട്ടി നമുക്ക് പൈസ അടയ്ക്കുന്നു, നമ്മൾ ആ എമൗണ്ട് ഗവൺമെന്റിന് GST ആയിട്ട് അടയ്ക്കുന്നു. സോ ഇതാണ് ഫോർവേഡ് ചാർജിംഗ് മെക്കാനിസം. ബട്ട് 9 സബ്സെക്ഷൻ 3ഉം 4ഉം പറയുന്നത് റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം ആണ്. എന്താണ്? recipient is actually liable to pay tax, pay GST. അതാണ് റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം. then 9 subsection 5 deemed supplier, that means aggregator, അതാണ് ഇ കോമേഴ്സ് ഓപ്പറേറ്റർ അവിടെ ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥനാണ്. അതാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ ഫിനിഷ് ചെയ്തത്. സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം ആണ്, RCM ആണ്. സോ റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള 2 സെക്ഷൻസ് ആണ് സെക്ഷൻ 9 സബ്സെക്ഷൻ 3 and 4. ഓക്കെ, സോ ഇതില് ഗുഡ്സ് ആവട്ടെ സർവീസ് ആവട്ടെ, സെക്ഷൻ 9 സബ്സെക്ഷൻ 3ലോട്ട് വരുമ്പോ കുറച്ച് സ്പെസിഫൈഡ് ഗുഡ്സിന്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഒരു 8 ഐറ്റംസ് ആണ്. ദാറ്റ് മീൻസ് കുറച്ച് മിൽക്ക് പ്രൊഡക്ട്സ്, അഗ്രികൾച്ചർ പ്രൊഡക്ട്സ്, ഇങ്ങനെയുള്ള കുറച്ച് പ്രൊഡക്ട്സിന്റെ സ്പെസിഫൈഡ് ഐറ്റത്തിന്റെ ഡീറ്റെയിൽസ് ആണ് ഗുഡ്സിൽ വരുന്നത്. സോ അവിടെ എങ്ങനെയാണ് റിവേഴ്സ് ചാർജിങ്, അതിന്റെ മറ്റു കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് ഒന്ന് ഐഡന്റിഫൈ ചെയ്യേണ്ട കാര്യമുള്ളൂ. കാര്യമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് നോക്കാനില്ല. സോ നമ്മൾ പിന്നെ നോക്കുന്നതായിരിക്കും, ഡിസ്കഷൻ പിന്നെ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും ഈ പറയുന്ന ഗുഡ്സിന്റെ ഡീറ്റെയിൽസ്. ഇവിടെ ഒരു 8 ഐറ്റംസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ആ ഐറ്റംസ് ജസ്റ്റ് നമുക്ക് ഐഡന്റിഫൈ ചെയ്താൽ മതി ഏതൊക്കെയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ കുറച്ച് ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. സോ അത് നമുക്ക് മനസ്സിലാക്കണം. ദാറ്റ്സ് ഓൾ. നമുക്ക് പ്രോബ്ലം ആയിട്ട് കൂടുതൽ മനസ്സിലാക്കാനുള്ളത് സർവീസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഒരു 18-20 ഐറ്റംസ് അവിടെ പറഞ്ഞിട്ടുണ്ട് സെക്ഷൻ 9 സബ്സെക്ഷൻ 3. അതിനുശേഷം സെക്ഷൻ 9 സബ്സെക്ഷൻ 4 ഉണ്ട്. സോ ഞാനിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്ഷൻ 9 സബ്സെക്ഷൻ 3 സർവീസസിന്റെ ഡീറ്റെയിൽസ് ആണ്. എങ്ങനെയാണ് റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ 10-20 ഐറ്റംസ് ഉണ്ട്. ഒരു 10-15 ഐറ്റംസ് നമുക്ക് മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കഴിഞ്ഞ ക്ലാസ്സിലെ RCM ഈ പറയുന്ന സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടാണ്. സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എത്രത്തോളം ഐറ്റംസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, സോ ഇതാണ് RCM, റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം അണ്ടർ സെക്ഷൻ 9 സബ്സെക്ഷൻ 3, നോട്ടിഫൈഡ് നമ്പർ 13 2017. സപ്ലൈ ഓഫ് സർവീസ്. ഞാനപ്പോ സപ്ലൈ ഓഫ് സർവീസിന്റെ കേസാണ് പറയുന്നത്. അതാണ് നമ്മുടെ സിലബസിൽ മെയിൻ ആയിട്ട് കവർ ചെയ്തിട്ടുള്ള. സോ പല എൻട്രീസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ല 10-18 ഐറ്റം ഉണ്ടാകുമ്പോൾ നമ്മൾ ഓരോന്നിനെ ഓരോ എൻട്രി ആയിട്ട് പറയുന്നു ഓർക്കാൻ വേണ്ടിയിട്ട്. ദാറ്റ്സ് ഓൾ. ഈ എൻട്രിയുടെ പേരൊന്നും നമ്പർ എത്രയാന്നുള്ളത് ഓർമ്മിച്ച് വെക്കണം നിർബന്ധമൊന്നുമില്ല. മെയിൻ ആയിട്ട് നമുക്ക് ഈ ഐറ്റംസ് ആണ് അറിഞ്ഞിരിക്കേണ്ടത്. സോ എന്താണ് ഈ പറയുന്നതിന്റെ പ്രത്യേകത? RCM റിവേഴ്സ് ചാർജിംഗ് മെക്കാനിസം ആണ്. recipient is actually liable to pay tax. ഏതാണ് സിറ്റുവേഷൻ? നമ്പർ 1, സപ്ലൈ ഓഫ് സർവീസസ് ബൈ GTA. എന്താണ് GTA എന്ന് പറഞ്ഞാൽ? ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി. അതിനെയാണ് പറയാ GTA. പലപ്പോഴും ഗുഡ്സ് ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലോട്ട് അല്ലെ എത്തിച്ചു കൊടുക്കുക. അവരെയാണ് പറയാ നമ്മള് ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി അല്ലെ. പലപ്പോഴും ഗുഡ്സ് അല്ലെ വൺ പ്ലേസ് ടു അനദർ പ്ലേസ് എത്തിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് പറയുക ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി. സോ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന GTA അവർ പ്രൊവൈഡ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കണം. സോ ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷന്റെ കൂടെ GST എക്സംഷൻസ് ഉണ്ട്. ഇവിടെ എക്സംഷൻസും കൂടി മനസ്സിലാക്കിയാൽ മാത്രമേ ഈ RCM ഒന്ന് കംപ്ലീറ്റ് ആവുള്ളൂ.
സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ എക്സംഷൻസിന്റെ കാര്യം കൂടി മെൻഷൻ ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പോൾ എക്സംഷൻ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസിയോ. എന്താ എക്സംഷൻസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്? കുറച്ച് ഐറ്റത്തിന് നമ്മൾ GST കൊടുക്കേണ്ടതില്ല, അതും കൂടി പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ എല്ലാ കാര്യങ്ങളും. ഓക്കെ, അപ്പോൾ നമ്പർ 1 പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ് 21 പ്രകാരം ബ്രാക്കറ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് എക്സംപ്റ്റഡ്. എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ പറയുന്ന GTA ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി 21 പ്രകാരം കുറച്ച് ഐറ്റംസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. 21 പ്രകാരം കുറച്ച് ഗുഡ്സ് കൊടുക്കുമ്പോ അവിടെ പറഞ്ഞിട്ടുണ്ട് 21 പ്രകാരം ഒരു 5-8 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ട്. ഈ 5-8 ഐറ്റംസ് അതാണ് 21-ൽ മെൻഷൻ. അപ്പൊ പ്രോബ്ലത്തിലാണെങ്കിൽ പറയും 21 പ്രകാരം മെൻഷൻ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് എങ്കിൽ ആ ഐറ്റംസ് ട്രാൻസ്പോർട്ടേഷൻ നടത്തുകയാണെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഇപ്പൊ എന്താണ് പറയുന്നത്? സപ്ലൈ ഓഫ് സർവീസസ് ബൈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി 21 പ്രകാരം നോട്ടിഫൈ ചെയ്ത് സ്പെസിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഗുഡ്സ് ഉണ്ട്. ആ ഗുഡ്സ് ആണ് ട്രാൻസ്പോർട്ടേഷൻ നടത്തണമെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ഓക്കെ, നമ്പർ 2 ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്പർ 2 സർവീസസ് പ്രൊവൈഡഡ് ടു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് LA ലോക്കൽ അതോറിറ്റി. ഇവര് ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റും ലോക്കൽ അതോറിറ്റിയും രജിസ്ട്രേഷൻ TDS പർപ്പസിന് മാത്രമായിട്ട് രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ 21B പ്രകാരം അതും എക്സംപ്റ്റഡ് ആണ്. അപ്പൊ 2 പോയിന്റ് ആണ് ഞാനിപ്പോ പറഞ്ഞേ. ഈ പറയുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് വൺ പ്ലേസ് ടു അനദർ പ്ലേസ് അവര് ട്രാൻസ്പോർട്ടേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ 21 പ്രകാരമുള്ള ഗുഡ്സ് ആവട്ടെ, ഗുഡ്സ് ആണ് കൊടുക്കണമെങ്കിൽ നോട്ടിഫൈ ചെയ്തുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതാണ് കൊടുക്കണമെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. ദെൻ ഈ പറയുന്ന 21 ഡീറ്റെയിൽസ് ഞാൻ വേണമെങ്കിൽ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ 21 എന്ന് മനസ്സിലാക്കാം. ദെൻ അതുപോലെ തന്നെ സർവീസസ് പ്രൊവൈഡ് ടു ഗവൺമെന്റ് ആൻഡ് ലോക്കൽ അതോറിറ്റി 21B പ്രകാരം നോട്ടിഫൈ. ഞാൻ എപ്പോഴും പറയുന്നു നോട്ടിഫൈ ചെയ്തു എന്ന് പറയുമ്പോൾ ഗവൺമെന്റ് കുറച്ച് ലിസ്റ്റ് ഉണ്ടായിരിക്കും നോട്ടിഫൈ ചെയ്തിട്ടുള്ള. അപ്പൊ അതിൽ പെടുന്നതാണ്, അതിനാണ് പറയുന്നത് നോട്ടിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. സോ 21B പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഗവൺമെന്റ് ആവട്ടെ ലോക്കൽ അതോറിറ്റി ആവട്ടെ രജിസ്ട്രേഷൻ TDS പർപ്പസിന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സർവീസും എക്സംപ്റ്റഡ് ആണ്. ക്ലിയർ? സോ ആണ് രണ്ടാമത് മനസ്സിലാക്കണ്ടേ. നെക്സ്റ്റ് സർവീസസ് പ്രൊവൈഡഡ് ടു, ഇനിയാണ് ശ്രദ്ധിക്കേണ്ടത്, ഫാക്ടറി, കോപ്പറേറ്റീവ് ഫേം, കമ്പനി, ഫേം, LLP ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, LLP, AOP, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി. ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ള എല്ലാ എന്താണ് സ്ഥാപനങ്ങളാവട്ടെ, ഫാക്ടറി, കമ്പനി, ഫേം, LLP, AOP, സൊസൈറ്റി, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതൊക്കെ രജിസ്റ്റേർഡ് ആവട്ടെ അൺരജിസ്റ്റേർഡ് ആവട്ടെ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ടാക്സബിൾ ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും അത് RCM ആണോ അതോ FCM ആണോ, ഫോർവേഡ് ചാർജ് ആണോ റിവേഴ്സ് ചാർജ് ആണോ? പറയാം. ദെൻ ഇനി അതിന്റെ കൂടെ ഒരു കാര്യം കൂടി പറയുന്നു, സർവീസസ് പ്രൊവൈഡഡ് ടു രജിസ്റ്റേർഡ് CTP കാഷ്വൽ ടാക്സബിൾ പേഴ്സൺ. ദെൻ രജിസ്റ്റേർഡ് പേഴ്സൺ സിംപ്ലി പറയുകയാണെങ്കിൽ സർവീസസ് പ്രൊവൈഡഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ. രജിസ്റ്റേർഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ GST രജിസ്റ്റർ ചെയ്തിട്ടുള്ള പേഴ്സൺ ആണെങ്കിൽ സർവീസസ് പ്രൊവൈഡഡ് ടു എ രജിസ്റ്റേർഡ് പേഴ്സൺ. അപ്പൊ ഈ 2 കാറ്റഗറി, ഈ ബോക്സ് രണ്ടിന് പ്രത്യേകം എന്താ? ഇവിടെ രജിസ്റ്റേർഡ് ആവട്ടെ അൺരജിസ്റ്റേർഡ് ആവട്ടെ ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെ ഇവിടെ ഒരു രജിസ്റ്റേർഡ് പേഴ്സൺ ആവട്ടെ, ആ രജിസ്റ്റേർഡ് CTP രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ഈ 2 ബോക്സിലുള്ള ആൾക്കാരും എന്താണ് ടാക്സ് അടയ്ക്കണം, ടാക്സബിൾ സപ്ലൈ ആണ്. ഇത് രണ്ടും എക്സംപ്റ്റഡ് ആണെങ്കിൽ ഇത് ടാക്സബിൾ ആണ്. എങ്കിൽ നമുക്ക് നോക്കാം അത് RCM ആണോ അതോ FC ആണോ. എന്താണ് ഇവിടെ? if GTA opts 12% rate with ITC FC, എന്താണ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഈ പറയുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് അതോറിറ്റി 2% അവർക്ക് ഓപ്റ്റ് ചെയ്യാം. നമ്പർ 1 12% ടാക്സ്, നമ്പർ 2 5% ടാക്സ്. 2 കാറ്റഗറിയാണ് വരുന്നത്. ഇവര് ITC അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ, എന്താണ് ITC? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. ദാറ്റ് മീൻസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ കൺസെപ്റ്റ് പഠിച്ചിട്ടുള്ളതാണ്.
എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഒരു വ്യക്തി നമ്മളൊരു വ്യക്തിക്ക് സർവീസ് കൊടുക്കുന്നു, എന്തെങ്കിലും സർവീസ് കൊടുക്കുമ്പോൾ അവര് പേയ്മെന്റ് നടത്തും അല്ലെ. അപ്പൊ നമ്മൾ വേറൊരു വ്യക്തിക്ക് സർവീസ് കൊടുക്കുമ്പോൾ നമ്മൾ അതിന് മേടിച്ചിട്ടുള്ള പല റിസോഴ്സസ് ഉണ്ടായിരിക്കും, ഉണ്ടായിരിക്കും. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോ ഞാൻ എൻ്റെ സ്ഥാപനത്തിലെ ഒരു കോച്ചിങ് സെന്റർ ആണ്. അവിടെ ഈ പറയുന്ന AC ഉണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഞാൻ അത് മേടിച്ചു. അത് മേടിക്കുമ്പോൾ ഞാൻ ITC അവൈൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അടച്ചിട്ടുള്ള സർവീസ് അല്ലെങ്കിൽ അടച്ചിട്ടുള്ള ടാക്സ് ഉണ്ടായിരിക്കും, GST. അത് എനിക്ക് ഗവൺമെന്റ് റീഇംബേഴ്സ് ചെയ്യും, തിരിച്ചു തരും, ITC തരും. ബിക്കോസ് ഞാൻ ഈ മേടിച്ചിട്ടുള്ള AC സർവീസിനൊക്കെയുള്ള ചാർജ് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് ഈടാക്കാണ് ചെയ്യാം. അപ്പോ കസ്റ്റമർ ഈസ് ആക്ച്വലി ലൈബിൾ ടു പേ ടാക്സ്. അതുകൊണ്ട് തന്നെ എനിക്ക് അവിടെ ടാക്സ് അടയ്ക്കേണ്ടതായിട്ട് വരുന്നില്ല. അതാണ് നമ്മൾ ITCയിൽ പഠിച്ചത്. കസ്റ്റമറുടെ കയ്യിൽ നിന്നാണ് യഥാർത്ഥം ആക്ച്വലി അത് ഈടാക്കാം. എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു, ITC. സോ ഈ പറയുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി ITC അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, കസ്റ്റമറുടെ കയ്യിൽ നിന്ന് നമ്മൾ ഈടാക്കുമ്പോൾ കസ്റ്റമറുടെ നമ്മളെ യൂസ് ചെയ്യുന്ന റിസോഴ്സസിനെ നമുക്ക് ITC അവൈൽ അല്ലെങ്കിൽ ITC നമ്മൾ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് തിരിച്ച് മേടിക്കുന്നുണ്ടെങ്കിൽ അവിടെ 12% ടാക്സ് റേറ്റ് ആണെങ്കിൽ ഈ പറയുന്ന ഗുഡ്സ് ട്രാൻസ്പോർട്ട് ഏജൻസി തന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും, സപ്ലയർ തന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അതിനാണ് പറയാ ഫോർവേഡ് ചാർജിങ് മെക്കാനിസം. ഒരു പ്രശ്നമില്ല, ഓക്കെ. ബട്ട് ഹിയർ ഇഫ് ഗുഡ്സ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഓപ്റ്റ്സ് 5% ടാക്സ് റേറ്റ്, ദാറ്റ് മീൻസ് ഇയാൾ പറയാണ് നമ്മൾ ഈ പറയുന്ന ITC അവൈൽ ചെയ്യണമെന്നില്ല, നമുക്ക് അതിനെപ്പറ്റി വലിയ ധാരണയൊന്നുമില്ല, എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല, ഇല്ല എങ്കിൽ അവിടെ റിവേഴ്സ് ചാർജിങ് മെക്കാനിസം ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ആർക്കാണോ ഈ പറയുന്ന സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഈ പാർട്ടീസ്, ഈ പറയുന്ന ബോക്സിലുള്ള പാർട്ടീസിനെ സർവീസ് പ്രൊവൈഡ് ചെയ്യുമ്പോ ഫ്രം വൺ പ്ലേസ് ടു അനദർ പ്ലേസ് ഗുഡ്സ് എത്തിച്ചു കൊടുക്കുമ്പോ ഇവരായിരിക്കും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥർ. കാരണം എന്താ, ഈ ഗുഡ്സ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ITC അവൈൽ ചെയ്യുന്നില്ല, ആള് യൂസ് ചെയ്യുന്ന റിസോഴ്സസിനെ അല്ലെ ITC അവൈൽ ചെയ്യുന്നില്ല, ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ടാക്സ് തിരിച്ച് എന്ത് ചെയ്യുന്നില്ല, മേടിക്കുന്നില്ല, അടച്ച പൈസ തിരിച്ചു മേടിക്കുന്നില്ല. അപ്പൊ ITC അവൈൽ ചെയ്യാത്തത് കൊണ്ട് RCM ആയിരിക്കും അവിടെ അപ്ലൈ ചെയ്യുക. ദാറ്റ് മീൻസ് ഇവര് തന്നെ റിസിപ്പിയന്റ് തന്നെ ടാക്സ് അടയ്ക്കേണ്ടി വരും. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് ഇവിടെ കേസ്. RCM അപ്ലൈ ചെയ്യുന്ന കേസാണ് ഈ പോയിന്റ്. അപ്പൊ അവിടെ 5% ടാക്സ് റേറ്റ് ആയിരിക്കും. രണ്ട് കാറ്റഗറിയാണ്, 12, 5. 12 ആകുമ്പോൾ അവിടെ ITC അവൈൽ ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലാത്ത കേസിലാണ് 5%. ക്ലിയർ ആണോ? ഓക്കെ. ഇനി സർവീസസ് പ്രൊവൈഡഡ് ടു എനി അൺരജിസ്റ്റേർഡ് പേഴ്സൺ. നമ്മളിവിടെ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ ടാക്സ് കൊടുക്കണം എന്ന് പറഞ്ഞു, RCM ആണ് അല്ലെ, RCM ആണ് അവിടെ അപ്ലൈ ചെയ്യുക. Then services provided to any അപ്പൊ ഇവിടെയും RCM ആണ്. ഓക്കെ. ITC അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫോർവേഡ് ചാർജ് ആണ്. അവൈൽ ചെയ്യാത്തത് കൊണ്ടാണ് എന്ത് വരുന്നത്, റിവേഴ്സ് ചാർജിങ് മെക്കാനിസത്തിലോട്ട് വരുന്നത്. ഇനി സർവീസസ് പ്രൊവൈഡഡ് ടു എനി URP അൺരജിസ്റ്റേർഡ് പേഴ്സൺ 21A പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള ഗുഡ്സ് ആണ്, അല്ലെങ്കിൽ 21A പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ളതാണെങ്കിൽ അതും എക്സംപ്റ്റഡ് ആണ്. അപ്പോ സർവീസസ് പ്രൊവൈഡഡ് ടു URP അൺരജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്. സർവീസസ് പ്രൊവൈഡഡ് ടു രജിസ്റ്റേർഡ് പേഴ്സൺ ടാക്സബിൾ ആണ്. സോ ഇതാണ് റിവേഴ്സ് ചാർജില് നമുക്ക് സർവീസസിന്റെ കേസിൽ ആദ്യം മനസ്സിലാക്കേണ്ട പോയിന്റ്. എൻട്രി നമ്പർ 1, സപ്ലൈ ഓഫ് സർവീസസ് പ്രൊവൈഡഡ് ബൈ GTA. നിങ്ങൾ വളരെയധികം മനസ്സിലാക്കണം, ഡൗട്ട് വരാൻ സാധ്യതയുണ്ട് ഇനി പ്രോബ്ലംസ് ഒക്കെ വരുമ്പോൾ. അതുകൊണ്ട് നന്നായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലോട്ട് കൊണ്ടുപോകാം. എന്തൊക്കെയാ പറയുന്നത് നമ്മള്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സ്പെസിഫൈഡ് ഗുഡ്സ് 21 പ്രകാരം പറഞ്ഞിട്ടുള്ള കുറച്ച് ഗുഡ്സ്, അതാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ നടത്തണമെങ്കിൽ അത് എക്സംപ്റ്റഡ് ആണ്. ദെൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന ഗവൺമെന്റിനോ ലോക്കൽ അതോറിറ്റിക്കോ 21B പ്രകാരം ഇവര് രജിസ്ട്രേഷൻ നടത്തിയുള്ള TDS ഓൺലി പർപ്പസിനാണെങ്കിൽ അതും എക്സംപ്റ്റഡ് ആണ്. ഓൺ ദി അതർ ഹാൻഡ് സർവീസസ് പ്രൊവൈഡഡ് ടു ഈ ബോക്സിൽ ഫാക്ടറി, കമ്പനി, ഫേം, LLP, AOP, കോപ്പറേറ്റീവ് സൊസൈറ്റി, വെദർ ഇറ്റ് ഈസ് രജിസ്റ്റേർഡ് ഓർ അൺരജിസ്റ്റേർഡ്,
then എന്താണ് സർവീസസ് പ്രൊവൈഡഡ് ടു രജിസ്റ്റേർഡ് CTP രജിസ്ട്രേഡ് പേഴ്സൺ ടാക്സബിൾ ആണ്. എന്താ പറഞ്ഞിരിക്കണേ, ഗുഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ITC അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഫോർവേഡ് ചാർജിങ് മെക്കാനിസം, ITC അവൈൽ ചെയ്യുന്നില്ലെങ്കിൽ റിവേഴ്സ് ചാർജിങ് മെക്കാനിസം. then services provided to any URP unregistered person ആണെങ്കിൽ exempted ആണ്. ക്ലിയർ ആണോ? സോ ഇതാണ് റിവേഴ്സ് ചാർജിങ് മെക്കാനിസം സപ്ലൈ സർവീസിലെ നമ്പർ 1 പോയിന്റ്. ഓക്കെ, സോ നമുക്ക് നമ്പർ 2 നെക്സ്റ്റ് പോയിന്റിലോട്ട് പോവാം. റിവേഴ്സ് ചാർജിങ് മെക്കാനിസത്തിലെ സെക്ഷൻ 9 സബ്സെക്ഷൻ 3 നമ്പർ 1 എൻട്രി ആണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ നമുക്ക് നമ്പർ 2 നമ്പർ 3 എന്നുള്ളത് അഡ്വക്കേറ്റ്സിന്റെ സർവീസസിന്റെ ഡീറ്റെയിൽസ് ആണ്. പക്ഷെ അത് പറയുകയാണെങ്കിൽ കുറച്ചും കൂടി ടൈം വേണം. സോ ഇന്നത്തെ വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല, നെക്സ്റ്റ് വീഡിയോയിൽ ഞാനത് ഇൻക്ലൂഡ് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ചെറിയൊരു എൻട്രി ആണ് എൻട്രി നമ്പർ 4 സ്പോൺസർഷിപ്പ് സർവീസ്. സോ അതിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് ഫിനിഷ് ചെയ്യാം. ഓക്കെ, സോ സ്പോൺസർഷിപ്പ് സർവീസസ് എന്താണ്? സ്പോൺസർഷിപ്പ് സർവീസസ് എന്ന് പറയുമ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആവട്ടെ അല്ലെ, ഗ്രൂപ്പ് ആവട്ടെ, പല വ്യക്തികൾ ഇവര് ഒരു ഇവന്റിനൊക്കെ വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് പല വ്യക്തികളുടെ നിന്നും മേടിക്കും. സോ ആ ഒരു കേസിൽ ആരാണ് ടാക്സ് അടയ്ക്കേണ്ടത്? എപ്പോഴാണ് ഫോർവേഡ് ചാർജിങ് മെക്കാനിസം വരാം, എപ്പോഴാണ് റിവേഴ്സ് ചാർജിങ് മെക്കാനിസം വരാം? സോ നമുക്ക് നോക്കാം. സോ if it is covered by entry 53 of exemption list. അപ്പോ ഇവിടെയും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യമുണ്ട്. എക്സംഷൻ ലിസ്റ്റ് ഉണ്ട്. ദാറ്റ് മീൻസ് ചില സ്പോൺസർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ ആ ഒരു കേസിൽ ടാക്സ് അടയ്ക്കേണ്ടതില്ല. എക്സംഷൻ നമ്പർ എന്താണ്, എൻട്രി നമ്പർ 53 പ്രകാരം നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് ഇവന്റ്സ് ഉണ്ട്. ഗവൺമെന്റിന്റെ അവിടെ കുറച്ച് നോട്ടിഫൈ ചെയ്തിട്ടുള്ള പർപ്പസ് അനുസരിച്ചിട്ടാണ് നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് എന്താണ് ഇവന്റ്സ് ഉണ്ട്. സോ ആ ഇവന്റ്സിനാണെങ്കിൽ സ്പോൺസർഷിപ്പിന്റെ കേസിൽ GST അടയ്ക്കേണ്ടതില്ല. അതർവൈസ് അങ്ങനെയല്ലാത്ത കേസിൽ ടാക്സ് കൊടുക്കണം. അതാണ് നമുക്ക് നോക്കാനുള്ളത്. സോ അവിടെ സപ്ലയർ എന്ന് പറയുമ്പോൾ ആരാണ്? ഈ പറയുന്ന സ്പോൺസർഷിപ്പ് ആരാണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിന് വേണ്ടിയിട്ട് ഇവന്റ് നടത്തുന്ന ഗ്രൂപ്പാണ് സപ്ലയർ എന്ന് പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ആവട്ടെ, HUF ആവട്ടെ, ഫേം, കമ്പനി, LLP, AOP ആരുമാവട്ടെ, ഇവര് ഒരു ഇവന്റ് നടത്താതിരിക്കാം. ഈ ഇവന്റ് നടത്തുന്ന ആൾക്കാരെയാണ് നമ്മൾ സപ്ലയർ എന്ന് പറയാം. സോ ഇവരുടെ ഇവന്റിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്പോൺസർഷിപ്പിനെ അപ്ലൈ ചെയ്യുന്ന ഗ്രൂപ്പാണ് ഞാൻ ഇവിടെ എഴുതിയിട്ടുള്ളത്. എന്താണ്? പ്രൊവൈഡ്സ് സ്പോൺസർഷിപ്പ് സർവീസസ്. ആ സർവീസ് കൊടുക്കുന്നത് ഒരു ബോഡി കോർപ്പറേറ്റിനോ ഫേമിനോ LLPക്കോ ആണെങ്കിൽ, അപ്പൊ എന്താണ് പറയുന്നത്, നമ്മളൊരു ഇവിടെ ഒരു ഇവന്റ് നടത്താം. ഇവന്റ് എന്ന് പറയുന്ന ഒരു എന്താണ്, ബാസ്കറ്റ് ബോളോ ഏതെങ്കിലും ഒരു ഇവന്റ്. അപ്പൊ ആ ഇവന്റിന് വേണ്ടിയിട്ട് നമ്മൾ സ്പോൺസർഷിപ്പിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്തത് ഒരു ബോഡി കോർപ്പറേറ്റിനെയോ ഒരു ഫേമിനോ ഒരു LLPനെയോ ആണെങ്കിൽ, അപ്പൊ നമുക്ക് പൈസ തന്നിട്ടായിരിക്കും. അപ്പൊ ഇവരുടെ പേരും ഇതൊക്കെ നമ്മൾ ഇവന്റിന്റെ ഇടയ്ക്ക് എന്താണ് അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. സോ ഇവര് നമുക്ക് പൈസ തന്നിട്ടായിരിക്കും. ആ ഒരു കേസിലാണെങ്കിൽ ഈ 3 ബോഡി കോർപ്പറേറ്റ്, ഫേം, LLP ഇവരുടെ കയ്യിൽ നിന്നാണ് നമുക്ക് പൈസ തരുന്നതെങ്കിൽ ആ ഒരു കേസിൽ RCM ആണ് അവിടെ അപ്ലൈ ചെയ്തത്. മീൻസ് ഇവരാണ് ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥർ. അതല്ലാത്ത കേസിൽ അതർ റിസിപ്പിയന്റ് ആണെങ്കിൽ ഫോർവേഡ് ചാർജിങ് മെക്കാനിസം ആണ്. ദാറ്റ് മീൻസ് ഇവര് തന്നെ, ഈ സപ്ലയർ തന്നെയാണ് ടാക്സ് അടയ്ക്കേണ്ടി വരാം. ഇപ്പൊ എന്താണ് പറയുന്നത്, സ്പോൺസർഷിപ്പ് സർവീസില് 53 എൻട്രി പ്രകാരം ലിസ്റ്റ് ചെയ്തിട്ടുള്ള നോട്ടിഫൈ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന്റെ ഉള്ളിൽ വരുന്ന സ്പോൺസർഷിപ്പ് ആണെങ്കിൽ എക്സംപ്റ്റഡ് ആണ്, GST അടയ്ക്കേണ്ടതില്ല. ഇതല്ലാത്ത കേസ് എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ഇവന്റ് സംഘടിപ്പിക്കുന്ന അല്ലെങ്കിൽ സപ്ലയർ ആണ് അവര് ഇൻഡിവിജ്വൽ ആവട്ടെ, HUF ആവട്ടെ, ഫേം ആവട്ടെ, കമ്പനി ആവട്ടെ, LLP ആവട്ടെ, AOP ആവട്ടെ, whoever it is, ഇവര് സ്പോൺസർഷിപ്പ് സർവീസ് കൊടുക്കുകയാണ്. അപ്പോ ആരുടേതാണ് മേടിക്കുന്നത്? ബോഡി കോർപ്പറേറ്റ് വല്ല സ്ഥാപനങ്ങൾക്കായിരിക്കാം അല്ലെ, കല്യാൺ സിൽക്സ് ആവട്ടെ, ഇങ്ങനെയുള്ള വല്ല സ്ഥാപനങ്ങളായിരിക്കാം. ഇവരുടെ കയ്യിൽ നിന്ന് നമ്മൾ പൈസ മേടിച്ചിട്ട് ഇവരുടെ സ്ഥാപനത്തെ വേണ്ടിയിട്ട് നമ്മൾ പറയണം. എങ്കിൽ ഈ 3 കാറ്റഗറിയിലും പെടുന്ന ആൾക്കാരാണെങ്കിൽ റിസിപ്പിയന്റ് ആയിട്ടുള്ള ഈ 3 കാറ്റഗറിയിലുള്ള അവരായിരിക്കും ടാക്സ് അടയ്ക്കാൻ ബാധ്യസ്ഥർ. അതല്ലാത്ത കേസിലെ ഫോർവേഡ് ചാർജിങ് മെക്കാനിസം ആണ്, സപ്ലയർ തന്നെ ടാക്സ് അടയ്ക്കണം. ക്ലിയർ ആണോ? സോ ഞാൻ ഇന്ന് 2 എൻട്രി ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത്. ഓൾറെഡി കുറച്ച് ടൈം ഇല്ലാത്തതുകൊണ്ട് ഇത് 2 മാത്രം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സെക്ഷൻ 9 സബ്സെക്ഷൻ 3 RCM എപ്പോഴാണ് ചാർജ് ചെയ്യേണ്ടി വരാം, എപ്പോഴാണ് റിസിപ്പിയന്റ് ടാക്സ് അടയ്ക്കേണ്ടി വരാം. സോ അതിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്ത ഒരു കാര്യമാണ്,
ഗുഡ്സ് ഉണ്ട്, സർവീസ് ഉണ്ട്. ഗുഡ്സ് എന്ന് പറയുമ്പോൾ കുറച്ചൊരു ഐറ്റംസ്, ആ ഐറ്റംസ് നോക്കിയിട്ടാണ് നമ്മൾ എന്താണ് ആരാണ് ടാക്സ് അടയ്ക്കേണ്ടവരാന്നുള്ളത് മനസ്സിലാക്കണ്ടേ. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ബിക്കോസ് അത് നമുക്ക് അങ്ങനെ പ്രോബ്ലം ആയിട്ടോ മറ്റു കാര്യങ്ങൾക്കൊന്നും വരുന്നില്ല. സിലബസിൽ മെയിൻ ആയിട്ട് നമുക്ക് കവർ ചെയ്യാനുള്ളത് സർവീസ് ഡീറ്റെയിൽസ് ആണ്. സോ സർവീസ് ഡീറ്റെയിൽസ് ഒരു 10-20 സർവീസ് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നമ്പർ 1 ആണ് നമ്മൾ ആദ്യം കണ്ട ഗുഡ്സ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ കേസിൽ. ITC അവൈൽ ചെയ്യുന്ന കേസും ITC അവൈൽ ചെയ്യാത്ത കേസും നമ്മൾ കണ്ടു. അതിനുശേഷം പിന്നെ കണ്ടതാണ് സ്പോൺസർഷിപ്പ് സർവീസസ്. അപ്പോൾ സ്പോൺസർഷിപ്പ് സർവീസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ആരാണ് റിസിപ്പിയന്റ്, എപ്പോഴാണ് അവിടെ ടാക്സ് അടക്കേണ്ടി വരാം. ഓക്കെ, സോ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ അടുത്ത എൻട്രീസ് ഞാൻ പറഞ്ഞൊരു 10-20 ഐറ്റംസ്, കുറച്ച് ലെങ്തി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ ഈ പറയുന്ന RCM-നെ പറ്റി നമുക്ക് കാണാനുള്ള. അതിന്റെ കൂടെ തന്നെ ഞാൻ എക്സംഷൻസും പറയുന്നുണ്ട്. അപ്പോൾ എക്സംഷൻസ് നമുക്ക് കുറച്ചും കൂടി പഠിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, so this is Kiran CS signing off. Have a nice day. Thank you.